ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ കടയ്ക്കൊക്കെ പോയിരുന്നു. ഇത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ നമ്മളെ വെഡ്ഡിങ് വന്നിട്ടുള്ളത്. അപ്പം ഞായറാഴ്ച ആവുകൊണ്ട് തന്നെ നമുക്ക് കടയൊന്നും ലീവാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കടയ്ക്ക് പോയിരുന്നു കേട്ടോ, എല്ലാ സാധനങ്ങളും കൊണ്ട് പോയിരുന്നു. അപ്പോൾ ഒരു ഉച്ച വരെ ഞാൻ അവിടെ നിന്നു. ഞാനും കണ്ണനും ഏട്ടനും അവിടെ ഉച്ച വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടി ഉച്ചയ്ക്ക് ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കണ്ണൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കടയിൽ. അപ്പോൾ ഉച്ച സമയത്ത് ചെറിയൊരു കുറവുണ്ടായിരിക്കും. ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ട്, ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങൂലല്ലോ. അപ്പോൾ ഒരു 3 മണി 3:30 ആകുമ്പോഴേക്കും ആളുകൾ ഇറങ്ങാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്കും തിരിച്ചു പോകണം. അപ്പം ഞാനും ഏട്ടനും കൂടിയും വീട്ടിലേക്ക് വന്നത് എന്തിനാ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്നും അതേപോലെ ചേച്ചിയും അവരൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുപോയിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കഴിച്ച്. കണ്ണനുള്ളത് കൊണ്ടുപോയിരുന്നു. കണ്ണങ്ങി അവിടെ നിന്ന് കഴിക്കും കേട്ടോ. ആൾക്കാർ വരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പം ഇന്ന് അമ്മക്ക് ചോറിന് ചീരയും കൊണ്ട് ഉപ്പേരിയും അതേപോലെ തേങ്ങാ ചമ്മന്തിയും പപ്പടമാണുള്ളത്. ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കുറച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാക്കൂട്ടോ. അപ്പോൾ അതേപോലെ ഇന്ന് തട്ടിക്കൂട്ടാക്കിയതാണ് ഉപ്പേരിയും ചമ്മന്തിയും പപ്പടമായിട്ട് അങ്ങനെ. അപ്പോൾ നന്ദുവിന് ഞാൻ ചോറ് വാരി കൊടുത്തു. കുറേ ദിവസമായിരുന്നു കേട്ടോ നന്ദുവിന് വാരി കൊടുത്തിട്ട്. അങ്ങനെ ഇഷ്ടമല്ല, ഓൻ ഒറ്റയ്ക്ക് കഴിക്കണതാണ് കൂടുതലായിട്ടും ഇഷ്ടം. അപ്പം അച്ഛൻ്റെ ചോറിനൽ കഴിഞ്ഞിട്ടുണ്ട്, ഏട്ടൻ്റെ കഴിഞ്ഞു, പിന്നെ ഞങ്ങളതും കഴിഞ്ഞ്. അമ്മ അവിടെ ചോറിൻ്റെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ സിറ്റ് ഔട്ടിലാണ് ചോറിനായിരിക്കുന്നത്. അമ്മയ്ക്ക് അവിടെ ഇരുന്നാലാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്കാണെങ്കിൽ സെറ്റിയിൽ ഇരുന്നാലാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. ഇവിടെ സെറ്റിയിലിരുന്ന് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും അങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ ചോറ് കഴിക്കലും പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞേക്കിയതാ നമ്മൾ പരിപാടി നോക്കണം കേട്ടോ. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പത്തിലാണ് കേട്ടോ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇല്ലേ നമ്മൾ എന്താ പറയുക, കുറേ നേരം പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് വേഗം ഒരു 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി തീർക്കണം കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് തന്നെ പരിപാടി തീർക്കണം എന്നുള്ളതിലാണ് വേഗം പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളെ നെയ്ച്ചോറിൻ്റെ മാതിരിയല്ലല്ലോ, ബിരിയാണിക്ക് കുറച്ചധികം പണിയാണെന്ന് എല്ലാവർക്കും തോന്നലില്ലേ. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിനും ഒരേപോലെ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളുള്ളൂ. ബിരിയാണി വയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴേക്ക് അനുമോള് സവോളയൊക്കെ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാൻ പോയപ്പോൾ ഏൽപ്പിച്ചിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഏതായാലും ഓള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സവോളയൊക്കെ നന്നാക്കി അത് അരിയലും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വേണം തോന്നി എനിക്ക്. അപ്പോൾ കുറച്ചും കൂടി നന്നാക്കണുണ്ട്. അമ്മ ദാ ചോറിനാലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ കുളി ഒടിച്ച് വരട്ടെ, എന്നിട്ട് തീ കത്തിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നന്നാക്കി വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സുഖമാണ്, എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നേരെ മറിച്ച് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നാക്കാൻ നേരത്തേക്ക് ഒന്നൊന്നും ആയി കിട്ടൂല. അപ്പോൾ എല്ലാം മൂർത്തിങ്ങനെ ഓരോ പാത്രത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണല്ലോ. അപ്പോൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അനുമോൾ അവിടെയാക്കണ ഉള്ളി അരിയണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ അമ്മ മേലിന് പാത്രമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാലട പായസം ഈ ഒരു പാത്രത്തിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയൊരു പാത്രം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലാവുമ്പോൾ തിളച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ്. പക്ഷേ എങ്കിൽ ഈ കാര്യം ഇനി എന്തായാലും കളയാൻ കഴിയില്ല കേട്ടോ. അത്ര എമ്മ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി വെക്കുന്ന പാത്രത്തിലേ നമ്മൾ എന്നും മറിച്ച് കഴുകി കളയാനൊന്നും കഴിയൂല. നേരെ മറിച്ച് നമ്മൾ ഗ്യാസുമ്മ വെക്കുകയാണെങ്കിലൊക്കെ ഇത് ഈ വിറകടുപ്പത്തല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്യാസ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് എപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിടുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. ഇപ്പോൾ അങ്ങനെയാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് 2 കുറ്റി ഉണ്ടായിട്ടും ഇങ്ങനെ ആയി പോണത്. പക്ഷേങ്കിൽ നമുക്ക് കറണ്ട് അടുപ്പ് ഉണ്ടാവുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്ത എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല. അപ്പോൾ അതിമ വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് അതിമ വെക്കേണ്ടതായ ഓരോ പാത്രങ്ങളുണ്ടല്ലോ, എല്ലേതും കൊണ്ട് അതിമയ്ക്ക് വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് അത് വെക്കാൻ പറ്റാതെ ആയിട്ടാണ്. ഇനിയിപ്പോൾ അതിമയ്ക്ക് വെക്കുന്നതായിട്ട് 1-2 വാങ്ങേണ്ടി വരും. അപ്പം ഞാൻ ഏതായാലും അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറാക്കി എടുത്തിട്ട് ബിരിയാണി ദമ്മിടുക ചെയ്യണത് കേട്ടോ. ആദ്യം നെയ്ച്ചോറ് വെച്ചിട്ട് ദമ്മിടുമല്ലോ, അങ്ങനെയാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അമ്മ തീയൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ട്.
നെയ്ച്ചോറ് പോലെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം അളന്നാണല്ലോ ഒഴിക്കുക. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ആ തോതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ്, അതേപോലെ കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ആ രമ്പയില ഉണ്ടല്ലോ, അതിന് വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഇല ചോറ്റോല എന്ന് പറയും ഞങ്ങളവിടെ കേട്ടോ. അപ്പോൾ അത് ഏതായാലും കൊടുന്ന് കുഴിച്ചിട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇട്ടാണ്ട് നമ്മൾ എന്താ പറയുക, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, പ്രത്യേകിച്ച് നെയ്ച്ചോറ്. അപ്പോൾ എന്തായാലും ഞാനത് വേഗം പോയി തൊടിയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് ഇതിലേക്കാണ്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തടുപ്പത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സമയത്തേക്ക് സാധനങ്ങൾ റെഡിയാവും. നേരെ മറിച്ച് അകത്താണെങ്കിൽ ആയി കിട്ടാൻ കുറച്ച് പണിയാണ്. കുറച്ചല്ലല്ലോ, നമ്മൾ കൂടുതലായിട്ട് വെക്കണില്ലേ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം അടച്ച് വെച്ചാൽ ചെറുതീയിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നെയ്ച്ചോറിനൊന്നും അധികം സമയം വേണ്ടല്ലോ, പെട്ടെന്നുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ബിരിയാണി ഊറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ വെച്ചിട്ട് അത് ഊറ്റിയെടുക്കണം, എന്നിട്ടാണ് നമ്മൾ ദമ്മിടുക. പക്ഷേങ്കിൽ ഇങ്ങനെയാവുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് അവിടെ ഈ പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, തീ കുറച്ചിട്ടിട്ടാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഓയിലിൽ നമ്മൾ സവോളയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി സെപ്പറേറ്റ് വറക്കാനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്ര അങ്ങോട്ട് ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി കുറച്ച് മുന്നേ നമുക്ക് അത് എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പണിയിലായിരുന്നില്ല, അതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഏതായാലും നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളോടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ അതിലേക്കായിട്ടുള്ള പൊടികളും തൈരും നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തതും, അതേപോലെ സവോള, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, സലാഡിനുള്ള ഉള്ളി, നമ്മളെ ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്, തക്കാളി, അതേപോലെ നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പണിക്ക് നിൽക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണനൊന്ന് വിളിച്ച് നോക്കുകയാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും തിരക്കും കാര്യവും ഉണ്ടോ. ഒരു വിധം കൊണ്ട് ഓൻ നമ്മളെ വിളിക്കൂല കേട്ടോ. ഓൻ തന്നെ അത് ഡീൽ ചെയ്യും. എന്താ പറയുക, ആദ്യം മുതലേ തുടക്കം മുതലേ ഓരോ ഞാൻ കൊണ്ടുപോയി ശീലാക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനിയിപ്പോൾ കരിമ്പൻ ജ്യൂസ് ആയാലും പാനിപ്പൂരി ആയാലും പായസമായാലും എന്ത് സാധനങ്ങളും, ഇപ്പോൾ മോരും വെള്ളം, സർബത്ത്, സോഡ, എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഉപ്പിലിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ എന്താ പറയുക ചെയ്യാൻ മക്കൾക്ക് അറിയാം കേട്ടോ. ഞാൻ അനുമോളെയും കണ്ണനെയും ആക്കിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങോട്ട് പോരലുണ്ട്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവലുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായേക്ക് വേഗം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ ബിരിയാണീൻ്റെ ചെമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിലത്തെയാണ് കേട്ടോ, അമ്മേൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മളെ ചെമ്പ് ആദ്യം നിന്ന് എടുത്തു, പിന്നെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇതിലാക്കിയത് കേട്ടോ. അപ്പോൾ ഓയിലൊഴിച്ച് ഉള്ളിയും കറിവേപ്പിലയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാനൊന്ന് ഇളക്കി തരാം, അമ്മയ്ക്ക് കുടുംബശ്രീക്ക് പോകാൻ നേരായി തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമാണ് നമ്മളവിടെയൊക്കെ കുടുംബശ്രീ നടക്കുക. അപ്പോൾ അമ്മ കുറച്ച് നേരം ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി തന്നു. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം അതാക്കണേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി അത്രയ്ക്കും ഇങ്ങോട്ട് ഇടൂല, കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കൂടുതലായിട്ട് ഇടുക. ചിലർ കുരുമുളക് പൊടി ഇത്തിരി ഇടുള്ളൂ, പച്ചമുളക് തോനല്ലേ, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എപ്പോഴും കുരുമുളകാണ് മുന്നിൽ നിൽക്കാൻ കണ്ടിടലുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ബിരിയാണി വെക്കുക. അപ്പം ഞാൻ വെക്കുന്ന പല രീതികളും കൂട്ടുകാർ കണ്ടിട്ടുള്ളതാണേ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ ഇതാക്കണ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഇതിലേക്ക് തൈരും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ചിലർ വിനാഗിരിയും ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിനാഗിരി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ഗരം മസാല പൊടി നമ്മളിവിടെ പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ചിക്കനും അതിലേക്ക് തട്ടിക്കൊടുത്തു. പിന്നെ ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചോറിൽ നമ്മൾ കുറച്ച് ഒഴിച്ചിരുന്നു, അരി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയിലയും ബിരിയാണി മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ
കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് തീ കുറച്ച് മതി. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുക. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ ആക്കിയെടുത്താൽ മതി. നമ്മൾ ചിക്കനിൽ വെള്ളം ഇല്ലാന്ന് കരുതിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ബിരിയാണി വയ്ക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ, ചെറിയ തീയിൽ വെച്ചപ്പോഴേക്കും ഇത്രയും വെള്ളം തന്നെ ഇറങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ദമ്മിട്ട് സെറ്റായി വരുമ്പോഴേക്കും ഈ വെള്ളം പാകമായി കിട്ടും. അപ്പോഴേക്കും ഞാൻ തൊടിയിൽ പോയിട്ട് 2 ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതാക്കണം കഴുകി ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് ഇതിലേക്കിണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഈ വാഴേൻ്റെ ഇല വെച്ച് കൊടുക്കൂല കേട്ടോ. ചിലർക്ക് ഇഷ്ടമല്ല. ചിലർ തുണി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചപ്പോഴേ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിരുന്നില്ലേ, അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി അതിൽ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ അത് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ലെയറായിട്ട് നമ്മളിങ്ങനെ ചോറും ഇട്ട് ഈ ഓയിൽ ഒഴിച്ച് അങ്ങനെയാണ് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ലെയറാക്കിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ബിരിയാണി വെക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ലെയറാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യലില്ല. നമ്മൾ കുറേ വെക്കുമ്പോൾ എളുപ്പപ്പണി ഏതാ വെച്ചാൽ അങ്ങനെയാണല്ലോ നോക്കുക. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ചെമ്പിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചോറ് വെച്ചപ്പോൾ അതിൽ ഓയിലും നാരങ്ങ നീരും ഒക്കെ ചേർക്കൊണ്ടാണ് അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ലെയറും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കും കേട്ടോ. പിന്നെ ചില ആൾക്കാർ മൈദയൊക്കെ വെച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കലുണ്ട്. നമ്മൾ വല്ല പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് നമ്മളെ വീട്ടാവശ്യത്തിനാണല്ലോ. അപ്പോൾ നമ്മൾ എത്രയും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുക അങ്ങനെയാണല്ലോ ആക്കിയെടുക്കുക. പിന്നെ അതാ അതിൻ്റെ പുറത്തേക്ക് ഒരു പാത്രം വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് കനത്തിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കനലിട്ട് കൊടുക്കണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല. പിന്നെ അത് അങ്ങനെ ദം ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും കടയ്ക്ക് പോന്നു കേട്ടോ. 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് 3:15 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് കടയ്ക്ക് വന്നു. പിന്നെ ഞായറാഴ്ച ദിവസമല്ലേ, നല്ല കച്ചവടമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് വീട്ടിലേക്ക് എത്താൻ. നമ്മൾ എടുത്ത് വെച്ചിട്ടും ആൾക്കാർ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ, പാനിപൂരിക്കും ഉപ്പിലിട്ടേനൊക്കെ. പിന്നെ അതൊക്കെ കൊടുത്ത് ഓരൊക്കെ പിരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ കടയിൽ മുളയരി പായസം സ്പെഷ്യലായിട്ടുള്ളതാണല്ലോ. അടപ്രഥമനും പാലടയും മുളയരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഏട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. സച്ച് പിന്നെ ഇവിടെ തന്നെയാണ്. പിന്നെ പാറും വീട്ടിൽ നിന്ന് അമ്മയും അനിയനും ഓരും വന്നിട്ടുണ്ട്. അനിയൻ പിന്നെ നേരെ കടയ്ക്ക് വന്നിരുന്നു കേട്ടോ. പാറുവിനെയും കൊണ്ട് കടയ്ക്ക് വന്നിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പാ പോകുന്നത് കേട്ടോ. വന്നേക്ക് വേഗം മേൽ കഴുകാൻ കയറി. പാത്രങ്ങളൊന്നും കഴുകാൻ നിന്നിട്ടില്ല. അമ്മയുടെ പാത്രങ്ങളൊക്കെ കഴുകിയത് കേട്ടോ. അമ്മ പറഞ്ഞതിനോട് മേൽ കഴുകാൻ. അപ്പോൾ പിന്നെ അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ ഞാൻ വേഗം പോയി മേലൊക്കെ കഴുകി സെറ്റായി വന്നപ്പോഴേക്കും ഇത് നമുക്ക് ബിരിയാണി പൊട്ടിക്കുക ആദ്യം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ദം ചെയ്ത് പോയതല്ലേ. ശരിക്കും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ദമ്മ് പൊട്ടിക്കണം കേട്ടോ. ഏറി വന്ന 2 മണിക്കൂർ. അപ്പോൾ ആ ചൂടോടെ പൊട്ടിക്കുമ്പോൾ എന്താ പറയുക, ഒന്നൊന്നേ തൊടാതെ അങ്ങനെ കിട്ടും കേട്ടോ. ഇത് കുറേ സമയം ഇരിക്കുമ്പോൾ ഒരു കട്ട കെട്ടിയ മാതിരിയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറുമോ എന്നുള്ള ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആവാ സമയത്ത് ഏട്ടനെ അങ്ങോട്ട് വിട്ടിട്ട് ഓരോടത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ കുറേ സമയം അടുപ്പത്ത് കിടന്നാൽ ചിക്കനൊക്കെ എല്ലുമെന്ന് ഊരിപ്പോരൂലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ അതാ അമ്മയും ഞാനും കണ്ണനും കൂടി എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പൊട്ടിച്ചപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ കടയി കേട്ടോ. രാവിലെ തുടങ്ങിയതല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടൊക്കെ ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മയും കണ്ണനും കൂടിയാണ് സെറ്റാക്കണത്. അപ്പോൾ ചെറിയ അനിയ ഉണ്ടെങ്കിൽ ഓനാണ് കേട്ടോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കലുള്ളത്. അപ്പോൾ ഓൻ ഇവിടെ അല്ല, ഓൻ കോഴിക്കോടാണ് ഇപ്പോൾ ഓന് വർക്ക്. അച്ഛനും ഇവിടെ അല്ല. അപ്പോൾ അമ്മയും അനിയനും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ മിന്നുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാത്തിലും ഒരു നറുക്ക് ഉണ്ടാവേണ്ടതാണ് ഓള്. പക്ഷേ ഓൾ ഇങ്ങനെ ആവുകൊണ്ട് പിന്നെ ഒക്കെ വരാൻ പറ്റൂലല്ലോ. ഏതായാലും നമ്മളെ കുട്ടിക്ക് 56 ആയിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഇതാ ചിക്കനും ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കേക്ക് അനിയനാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ഒരു വരുമ്പോൾ കേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഏതായാലും അമ്മ വിളക്കൊക്കെ കത്തിച്ചന്നു. എന്നിട്ട് ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണേ. 10-17 വർഷമായിട്ടോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്.
അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്യലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ നന്ദൂന് കണ്ടില്ലേ, കേക്ക് കട്ട് ചെയ്തേക്കോ വേഗം ചെറീസ് എടുത്തിട്ടോ വയലിടുക ചെയ്ത് കേട്ടോ. ഓൻ എന്താ പറയുക, കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. കേക്ക് എത്ര ഉണ്ടെങ്കിലും നല്ലോണം കഴിക്കും. അപ്പോൾ ഞാൻ അനിയനോട് പോന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചെറിയ കേക്ക് മതി എന്നുള്ളത്. അതിൽ ബാലൻസ് വന്നാൽ മുഴുവൻ നമ്മളെ നന്ദുവ കഴിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വയറിന് പിടിച്ചിട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ചെറിയ കേക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ അനുമോള് കഴിക്കുന്ന ഒരു കേക്കാണത്. അപ്പോൾ ഏതാ കഴിക്കുകയെന്നോ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതന്നെയാണ് ഞാൻ പറഞ്ഞതോള് ഒരുവിധം കേക്കും കാര്യങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. എന്താ വെച്ചാൽ ഓക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്ന എന്ത് സാധനമാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഓക്ക് ഇഷ്ടമാവുകൊണ്ട് തന്നെ എല്ലാവരും ഓളെ വായയിൽ കുത്തിത്തിരിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകി വന്നപ്പോഴേക്കും നമ്മളെ പാറു ഇതാക്കണ ഓളെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാക്കും കൂടി ഉള്ളതാണ് പിടിച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ സച്ച് നേരെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഓൻ അവിടെ നിന്ന് ഭയങ്കര ചിരിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേ എന്താ പറയുക ഒരു മാസത്തിന് മുന്നേ തന്നെ വാങ്ങി വെച്ചു എന്ന് പറയാം കേട്ടോ. മുന്നേ വാങ്ങി വെച്ചൊരു സാധനമാണിത്. അപ്പോൾ ഏട്ടനെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് ചാടിപ്പോയി, പിന്നുള്ളതൊന്ന് തേഞ്ഞ് പൊട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്ക് ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വെള്ളിയിലെ കഴിച്ചതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സ്വർണ്ണത്തിൻ്റെ ഒന്നും ഇപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പോൾ ആ ഒരു വെള്ളിക്കഴിച്ച് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൈസ അങ്ങനെ ഒരു കൂട്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, എനിക്ക് എൻ്റെ കഴിച്ചതിനെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു റോസ് പോലത്തെ ചുരിദാർ ചേച്ചിയെ കൊണ്ടുവന്നതാണ് കേട്ടോ. ആ ഒരു ടോപ്പ്, പിന്നെ ടീഷർട്ട് ഏട്ടനും, പിന്നെ എനിക്ക് ഏറ്റെടുത്ത് തന്നത് ആ ഒരു പച്ച ചുരിദാറാണ്. അപ്പോൾ ഞങ്ങൾ കുറേ മുന്നേ പോയപ്പോൾ ആ ഒരു ചുരിദാർ കണ്ടിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത്. പക്ഷെ അതിൻ്റെ വില കേട്ടിട്ട് അന്ന് അവിടെ വെച്ച് പോകുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഏട്ടൻ വിലയൊന്നും നോക്കാതെ ആ ഒരു സാധനം എടുത്ത് പോന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ വില കണ്ടപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇത്രയും വിലേൻ്റെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണ്. ചേച്ചിക്കും ഏട്ടനൊക്കെ പോകണം, അമ്മയ്ക്കും അനിയനും പോകണം. അപ്പോൾ ആരും നിൽക്കണവരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം ഫുഡിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഏതായാലും ദം പൊട്ടിച്ച് വെച്ചതല്ലേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് വെക്കാനൊക്കെ അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി മേശയമ്മ പോകില്ല, കുറച്ച് ആൾക്കാർ സെറ്റിയിൽ ഇരിക്കുക എന്നുള്ളതിൽ അങ്ങനെയാണ് ഫുഡ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അന്തൊന്ന് രാവിലെ തൊട്ടേ പറയണതാണ് കേട്ടോ. ഒന്ന് ബിരിയാണി ആണെങ്കിൽ രാവിലെ മുതലേക്കൊന്നും വേണ്ട, വൈകുന്നേരം മതി ഫുഡ് എന്ന് പറഞ്ഞിരുന്നു. ബിരിയാണി ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഇങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ ബിരിയാണി ടേസ്റ്റിൽ നമ്മളെ മുട്ട ബിരിയാണി അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ പച്ചക്കറി ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അവർക്ക് കാര്യമായിട്ട് അതിക്ക് ചിക്കൻ വേണമെന്നൊന്നുമില്ല, തൈര്, പപ്പടം അല്ലെങ്കിൽ അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേഗം കഴിക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റേഷൻ അരിയിലും അല്ലാതെ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയിലും ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ. സാധാ അരിയിലൊക്കെ ചെയ്തെടുക്കാം. റേഷൻ അരിയിലാവുമ്പോൾ ഒന്നുകൂടി രസമാണ് കേട്ടോ. നമ്മൾ സാധാ അരിനേക്കാളിലും വേവുള്ള അരിനേക്കാളിലും റേഷൻ അരിയിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. കുറേ മുന്നത്തെ നമ്മളെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, മുട്ട ബിരിയാണി വെക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണത്. അപ്പോൾ ആ ഒരു വീഡിയോ സെർച്ച് ചെയ്തിട്ടൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കണ്ണനും കണ്ടിരിക്കാത്ത ഞങ്ങൾ എല്ലാവർക്കും ഓരോന്ന് അങ്ങോട്ടാക്കി കൊടുക്കുകയെന്നു. ഇനി എല്ലാവരും ഇരുന്നില്ലേ. അപ്പോൾ വെള്ളമൊക്കെ എടുക്കാത്തവർക്ക് വെള്ളവും ജഗ്ഗിൽ വെള്ളം നിറക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു സുഖമാണല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ഫാനിന് തീരെ കാറ്റില്ല എന്നാണ് അനിയൻ പറയുന്നത് കേട്ടോ. എപ്പോഴും വരുമ്പോഴുള്ള പരാതിയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റണം. നമ്മളെ കുടിരിക്കലിന് കയറി താമസത്തിന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ ആ ഒരു ഫാന്.
അപ്പോൾ ഒരുപാട് വർഷമായില്ലേ, അതുകൊണ്ടാണ് തോന്നണേ അതിൻ്റെ കാറ്റൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ചൂട് തുടങ്ങുമ്പോഴേക്കും ആ ഫാനൊന്ന് മാറ്റണം. ഇപ്പം നമ്മൾ അടുത്താണ് പിന്നെ അച്ഛൻ്റെ റൂമിലേക്ക് ഒരു ഫാൻ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കണ്ണൻ്റെ റൂമിൽ മേലെ നമുക്ക് ഫാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവിടേക്ക് ഒരു ഫാൻ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതൊന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലോ കഴിഞ്ഞ് അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതാ ഓർക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ചെറിയ അനിയൻ ചിലപ്പോൾ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓനുള്ള ചോറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ടാളും കൂടിയും ആദ്യം ഇറങ്ങിയിട്ടുണ്ട് പോവാൻ. അപ്പോൾ ചേച്ചി ഉണ്ട് അവിടെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകണ്. ഓർക്കും പോവാനുള്ളതല്ലേ, അപ്പോൾ പോണതിന് മുന്നേ എല്ലാവരും കുറേശ്ശെ ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കുള്ള ചിലവ്, കാറ് വാങ്ങിയ ചിലവും വെഡിങ്ങിൻ്റെ ചിലവൊക്കെ ഒന്നിച്ച് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഓളെ മാത്രം നമ്മൾ മാറ്റി നിർത്താൻ പറ്റൂലല്ലോ. അങ്ങനെ അതാ അമ്മയും അനിയനും പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അതാക്കണേ ചേച്ചി ഏട്ടനും ഓലും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നേരം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പാറും പോയി. സച്ചു പിന്നെ ഇവിടെ നിന്നു കേട്ടോ. സച്ചമ്മ ഇവിടെയാണ് നിൽക്കലുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ക്ലാസ്സിലേക്കൊക്കെ പോകലുള്ളത്. ഇടയ്ക്ക് അങ്ങോട്ടും പോവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുകൂട്ടരും വന്നിട്ടുള്ളത്. വേറെ നമ്മൾ പ്രത്യേകിച്ച് ആരോടും പറയലൊന്നുമില്ല കേട്ടോ. നമ്മളായിട്ട് അങ്ങനെ കൂടിയിട്ട് ആ ഒരു സന്തോഷം പങ്കിടലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്